വിശുദ്ധ വേദഗ്രന്ഥം തർജിമ ചെയ്യുന്ന കാലത്ത് അനേകം പിഴവുകൾ തർജിമകളിൽ വന്നിട്ടുണ്ട്. അതിന് പലതാണ് കാരണം. പകർത്തി എഴുതുന്നതിലെ പിശകുകൾ തുടങ്ങി വാക്കുകളുടെ അപര്യാപ്തത വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ലാതെ തർജിമ ചെയ്യുന്നവർ ഭയം കൊണ്ട് തർജിമ ചെയ്യാതെ വിട്ടതും പരിഷ്കൃതരായ ജനങ്ങൾക്ക് കേൾക്കാൻ സുഖമുള്ള വാക്കുകൾ തിരികെ കയറ്റിയതും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെയുള്ള കൈകടത്തലുകൾ മൂലം അർത്ഥ തലങ്ങൾ തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വാക്യങ്ങളെ നമുക്കിന്ന് ശ്രദ്ധിക്കാം. മനുഷ്യൻ്റെ സൽപ്രവൃത്തികൾ, നീതിപ്രവൃത്തികൾ, നന്മകൾ ദൈവം മുൻപാകെ ഏതുമില്ല എന്ന് ശരിയായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗം യെശയ്യാവിൻ്റെ പുസ്തകം 64-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലുണ്ട്. അതിങ്ങനെയാണ്: ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പിരണ്ട തുണി പോലെ. പക്ഷേ ഈ വാക്യത്തെ മലയാളത്തിൽ തെറ്റായാണ് തർജിമ ചെയ്തിരിക്കുന്നത്. കാരണം തർജിമ ചെയ്യപ്പെട്ടപ്പോൾ ദൈവം നമ്മോട് പറയാൻ ശ്രമിച്ച ആന്തരിക അർത്ഥം തർജിമയിൽ നഷ്ടപ്പെട്ടു പോയി. ഈ വാക്യത്തെ ഇന്ന് ഒന്ന് മയപ്പെടുത്തി തർജിമ ചെയ്താൽ ഇങ്ങനെ ലഭിക്കും: നമ്മുടെ എല്ലാ നീതിപ്രവൃത്തികളും ഋതുമതിയായ ഒരു സ്ത്രീയുടെ വസ്ത്രഖണ്ഡങ്ങൾ പോലെയാണ്. അതായത് കറ പിരണ്ട തുണി പോലെ, എ ഫിൽത്തി റാഗ്സ്, അതായത് മെൻസ്ട്രൽ ഫ്ലൂയിഡ് അഥവാ ആർത്തവ രക്തം പിരണ്ട തുണിഖണ്ഡം എന്നർത്ഥം. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഇങ്ങനെ ഒരു സാദൃശ്യം ഉപയോഗിക്കാൻ യെശയ്യാവിനെ പ്രേരിപ്പിച്ചത്? എന്തുകൊണ്ടെന്നാൽ ആർത്തവകാലത്തുണ്ടാകുന്ന രക്തസ്രവം ആ സ്ത്രീയിൽ ഗർഭധാരണം നടന്നിട്ടില്ല എന്നതിന് ഒരു തെളിവാണ്. അതുകൊണ്ട് ഒരു ജനനം നടക്കുകയില്ല, ഒരു പുതിയ ജീവനും അവിടെയില്ല. ഇതുപോലെ മനുഷ്യൻ്റെ എല്ലാ നന്മ പ്രവൃത്തികളും ദൈവം മുൻപാകെ ജീവനില്ലാത്തതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ 6-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നന്മ പ്രവൃത്തികളെല്ലാം നിർജീവ പ്രവൃത്തികൾ ആണെന്ന് പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ എഴുത്തുകാരൻ പാപത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. കാരണം പാപത്തെ ഒരിക്കലും നിർജീവ പ്രവൃത്തികളെന്ന് ബൈബിൾ വിളിച്ചിട്ടില്ല. കാരണം പാപത്തിൽ സാത്താന്യ ജീവൻ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപം എപ്പോഴും ജഡ പ്രവൃത്തികളാണ്. അതിന് പൈശാചിക ജഡജീവനുണ്ട്. എന്തുകൊണ്ടെന്നാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. യാക്കോബ് 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അതുകൊണ്ട് സ്വയത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ, ദൈവിക അംഗീകാരം നേടുവാൻ മനുഷ്യൻ നടത്തുന്ന മാനുഷിക പ്രയത്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ അത് നേടുവാൻ അവന് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളും ആപേക്ഷികമായി നല്ലതാണ്. നമ്മുടെ നീതിയും ആപേക്ഷികമായി നീതിയാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നാം നല്ലവരായി, നീതിയുള്ളവരായി കാണപ്പെടാം. എന്നാൽ ദൈവിക നന്മയും ദൈവിക നീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക പ്രകൃതി എന്നത് തങ്ങളെ തന്നെ സ്വയം ഒരു നിലവാരത്തിൽ അളക്കുകയും മറ്റുള്ളവരെ വേറൊരു നിലവാരത്തിൽ വിധിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെയെങ്കിൽ സ്വയമായി ഒരു മനുഷ്യൻ ഏകസത്യ ദൈവത്തോടൊപ്പമല്ലാതെ ചെയ്യുന്ന സൽപ്രവർത്തികൾ ദൈവം മുൻപാകെ വെറുപ്പുളവാക്കുന്നവയും ദൈവം മുൻപാകെ അംഗീകാരമില്ലാത്തവയുമാണ്. ജഡം എന്നും ജഡം തന്നെയാണ്. ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ അവസ്ഥയിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? കർത്താവായ യേശുക്രിസ്തു മാത്രം. രണ്ടാമത്തേത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണ്: എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു എന്നാണ് മലയാളത്തിൽ തർജിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ക്രിസ്തുവിനെ പ്രതി
ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ജ്ഞാനത്തെയും പ്രതി പൗലോസ് എന്ന ഞാൻ സർവവും മനുഷ്യൻ്റെ മലത്തിന് സമം എന്നെണ്ണുന്നു. ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്നതാണ് യഥാർത്ഥ അർത്ഥം. പക്ഷേ മനുഷ്യൻ്റെ മലം എന്ന അർത്ഥം കേൾവിക്കാരന് അരോചകമായിരിക്കും എന്നോർത്താകണം വെള്ളം ചേർത്ത് തർജിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ സകലവും ഛേദം എന്ന് എണ്ണുന്നു എന്നതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ സകലവും മനുഷ്യൻ്റെ മലം പോലെ ഞാൻ എണ്ണുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്.